ഇത് ചെമ്മീൻ കാരച്ചെമ്മീനാണ്. കാരച്ചെമ്മീൻ കണ്ട നല്ല എന്താ പറയാ കാരച്ചെമ്മീനാണ്. ഇത്തിരി നല്ല വലിയ ചെമ്മീൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ റോസ്റ്റ് അല്ലേ, റോസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി വേവിച്ച് മഞ്ഞപ്പൊടിയും നമ്മുടെ തേങ്ങാക്കൊത്തും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഒന്ന് ശരിക്കും വേവിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അതെ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ പാനിലോട്ട് എണ്ണ ഒഴിച്ച് അതിന് തിളയ്ക്കണം അല്ലേ, ചൂടാവണം. അടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നന്നായിട്ട് ചതച്ച് അതങ്ങോട്ട് എണ്ണയിലോട്ട് ഇടാൻ പോവാം. ഇത് എപ്പോഴും ഇങ്ങനെ അടുപ്പ് എല്ലാ അടുപ്പും കത്തിക്കൊണ്ടിരിക്കുമോ? പിന്നെ ഇത് കൂടാണ്ട് ഞാൻ അവിടെ വന്ന വഴിക്ക് വേറെ സൈഡിൽ കണ്ടായിരുന്നു ഗ്യാസും രണ്ടടുപ്പും. അപ്പം ചൂടാക്കി കൊടുക്കുമല്ലോ. ഇത് കണ്ടോ അതെ ഏകദേശം ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ഏകദേശം നമ്മൾ ചെമ്മീൻ വേണ്ടി സവാള അരിഞ്ഞേക്കണത്. ശരിക്കും നല്ല എന്താ പറയുക കൊത്തി അരിഞ്ഞേക്കണതാണ്. മീൻസ് ഇങ്ങനെ കൊത്തി അരിഞ്ഞത് ഏകദേശം നല്ലൊരു വലിയ വലിപ്പത്തിൽ തന്നെയാണ് അത്. ശരിക്കും ഒന്ന് ആ എണ്ണയിലിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഇത്രയും കിട്ടിയിട്ടുള്ളോ അതോ ഇനിയുണ്ടോ ചേട്ടാ? ഇത് ഇത്രയും കിട്ടിയിട്ടുള്ളോ ഇത് ഇനിയുണ്ടോ? ആവശ്യാനുസരണം വാങ്ങിക്കണം. ഇവിടെ അടുത്തുണ്ട് സാധനം. അടുത്തുണ്ടല്ലേ? അപ്പോൾ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാൽ അതല്ല ഇവിടുത്തെ ആവശ്യത്തിന്. അല്ല ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കുറച്ച് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാരച്ചെമ്മീനൊക്കെ ശരിക്കും ഓർഡർ ചെയ്തിട്ടാണ് വന്ന് അല്ലേ ആൾക്കാർ ഓർഡർ ചെയ്യും, ഇത്ര ഇങ്ങനത്തെ ചെമ്മീൻ വേണമെന്ന് പറയുമല്ലേ. നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട് സവാള. നമ്മളിങ്ങനെയല്ല, ഇനി ഇതിനകത്ത് മസാലപ്പൊടി മീൻസ് മുളക് പൊടി ബാക്കിയല്ല എന്താ വേറെ എന്തൊക്കെയാണ് നമ്മൾ മുളക് പൊടി അല്ലാണ്ട് എന്താ വെച്ചാൽ പുളിവെള്ളം ഒഴിക്കും. മുളക് പൊടി ഇച്ചിരി പുളിവെള്ളം എല്ലാം കുറച്ച് ആവശ്യത്തിന് മാത്രം. ഇപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഇത്തിരി പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ മസാലക്കൂട്ട് കൂടുന്നതിലും വേണം കുറച്ച് മസാല യൂസ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അതിന് നിൽക്കും. അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്താൽ ഒരു മാതിരി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഒരു നന്നായിട്ട് വേണ്ടല്ലേ. അപ്പോൾ നമ്മളത് ശരിക്കും വഴണ്ടിരിക്കാൻ ചേച്ചി കറിവേപ്പില എടുക്കാൻ പോയതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശശിയേട്ടൻ മുങ്ങി, ശശിയേട്ടനെ കാണാനില്ല. നന്നായിട്ട് വീണ്ടും കറിവേപ്പിലിട്ട്. ചേച്ചിയുടെ സ്പെഷ്യാലിറ്റീസൊക്കെ എന്തൊക്കെയാണ്? ചേച്ചി ഉണ്ടാക്കി ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് ചോദിച്ച് ഉണ്ടാക്കി കഴിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? താറാവ് കറി എല്ലാം ചേച്ചി ഉണ്ടാക്കുന്നേ? മെയിൻ താറാവ് കറി, കരള്, ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ, മട്ടൻ ലിവറും എല്ലാം. അപ്പോൾ മെയിൻ ഷെഫ് ചേച്ചിയാണ് ഇവിടുത്തെ. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് വഴറ്റി ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം നമ്മുടെ ഗ്രേവി ആയി എന്ന് പറഞ്ഞ എടുത്ത് കാണിച്ചായി. വീണ്ടും അവിടെ തന്നെ വയ്ക്കുമ്പോൾ എന്നാ ചേച്ചി ഇട്ടുള്ളൂ. കണ്ണിലോട്ട് പുകയടിച്ചിട്ടേ നല്ല സുഖം. ഇത് ഇളക്കിയപ്പോൾ മറ്റേ പുളിയുടെ മണം ശരിക്കും ആ പുളിയുടെ മണമൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. എന്താ പറയുക നമ്മുടെ ചെമ്മീനും ഞണ്ടിനും ഉണ്ടാക്കി തന്നതിൻ്റെ ചേച്ചിക്ക് താങ്ക് യു. അപ്പോൾ എന്തായാലും ഇത് ഞാൻ അവിടെ പോയി കഴിക്കട്ടെ. ഇനി ഞാൻ വരാം, ഞാൻ ഇതിലെ കൂടെയൊക്കെ പോണ ആൾ തന്നെ, ഇടയ്ക്ക് വന്ന് കയറും, എന്തായാലും കയറും. അപ്പോൾ ചേട്ടാ നമുക്ക് ഇതൊന്നാ കഴിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വീണ്ടും താങ്ക് യു. സ്പെഷ്യൽ എനിക്ക് വേണം, ഇനിയും വരും, എനിക്ക് സ്പെഷ്യൽ എന്തായാലും ഉണ്ടായി തരണം. അപ്പോൾ ഞാൻ കഴിക്കുക ചേച്ചി. താങ്ക് യു. എനിക്ക് ശരിക്കും എന്താ പറയുക ഷാപ്പിലൊക്കെ എപ്പോഴും പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ, ഇത്രയും നല്ല വിഭവങ്ങൾ നല്ല ടേസ്റ്റിൽ നല്ല എരിവിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ശശിയേട്ടാ ഇത്രയും വിഭവങ്ങൾ നമ്മളുണ്ടാക്കിയ വിഭവങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം മീനുണ്ട്, പിന്നെന്താ പന്നിയിറച്ചിയുണ്ട്, കക്കയുണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇനി കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കിട്ടും, കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടാൻ പോവാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കഴിക്കല്ലോ അപ്പത്തിൽ നിന്ന് തുടങ്ങാൻ പോകാം. ആദ്യം എന്തായാലും ഉറത്തും തുടങ്ങിയാലേ. അപ്പോൾ നമ്മൾ ആദ്യം മീൻ കറിയാണോ അതോ എന്താ തുടങ്ങണ്ടേ? ചെമ്മീൻ തുടങ്ങാം അല്ലേ? അപ്പോൾ ചെമ്മീൻ ഇട്ടുണ്ട്. ചെമ്മീനും അപ്പവും ഞാൻ നേരത്തെ അപ്പോൾ ചെമ്മീൻ ഇളക്കിയപ്പോൾ പുളിയുടെ മണം വരുമെന്ന് പറയണല്ലേ, അത് ശരിക്കും കിട്ടുന്നുണ്ട്. നല്ല പുളിയുടെ ചെമ്മീനാണ്. എന്നാൽ ആ സവോളയുടെ ആ ഒരു മയവും ചെറിയൊരു മധുരവും എല്ലാം കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഞണ്ടാവാം. നമ്മളുണ്ടാക്കിയെന്ന് പറഞ്ഞാലേ അല്ല, ഈ സീ ഫുഡ് എന്തായാലും നമ്മൾ പുളി കൂടുതലായിരിക്കും, പുളി വേണം.
നന്നായിട്ട് തോടുന്ന ഇളകി വന്നിട്ടുണ്ട് പൊളിച്ചു. ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കി കണ്ടപ്പോൾ ടേസ്റ്റ് ബാക്കി ഇങ്ങനെ ടേസ്റ്റിയാണ്. ശരി, നമ്മൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പണികളും ബാക്കി റിനോവേഷൻ എന്തെങ്കിലും ചെയ്യാൻ ഇതുണ്ടോ? പിന്നെ ഇതിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് ഇനിയും. പിന്നെ ഇതന്നെ അപ്പൊ ഇത് ശരിക്കും അങ്ങ് വിപുലീകരിച്ച് നല്ല വലുതാക്കാൻ പോവാണ്. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതോടെ പെയിന്റിങ് അടിയിൽ ടൈലൊക്കെ ഇട്ട് പിന്നെ മുകളിൽ വലിയ കുടയൊക്കെ ഫിറ്റ് ചെയ്ത് മുകളിലേക്ക് സ്റ്റെയർ റൂഫ് ടോപ്പ് പൊളിക്കും. ഇത് മാത്രമല്ല ഇപ്പോൾ റൂഫ് ടോപ്പ് എല്ലാം കൂടി വന്ന് ഫുഡ് നല്ലതാണല്ലോ ഓൾറെഡി തന്നെ, ഇനി എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഹെവി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഷാപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്യാം. ഇവിടെ ഐറ്റംസുകൾ നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലാം നമ്മൾ റെഡി കരിമീൻ വാഴയിലേൽ പൊള്ളിച്ചൊക്കെ കൊടുക്കാറുണ്ട്. ഓർഡർ വരണം പറയുന്നതനുസരിച്ചല്ലേ, പറയുന്നതനുസരിച്ച് നമ്മൾ ഞങ്ങളുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമാണ്. ഓരോ കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയും ഞങ്ങൾക്ക് ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി കൊടുക്കാറുണ്ട്. നമ്മളെ പുളി ഇട്ട് വറ്റിച്ചെടുത്ത മുളക് കറി. കപ്പയുണ്ട് കക്കയുണ്ട്. ഞാൻ എന്തായാലും കക്ക നന്നായിട്ട് മുരിഞ്ഞെടുത്താണ്. അത് നമ്മൾ ആവശ്യാനുസരണം. ചില ആൾക്കാർക്ക് ഈ മുരിഞ്ഞു വേണം, നല്ല ക്രിസ്പി സാധനം. അതിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. ഓരോരുത്തർ വന്ന് പറയും ഇന്ന മാതിരി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ റെഡിയാക്കി കൊടുക്കും. അങ്ങനെ ടേസ്റ്റ് കിട്ടാ കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് എടുത്ത് സാധനമാണ് മസാല പൊളിച്ചു. കണ്ടില്ലേ, ഇതൊക്കെ തന്നെ എപ്പോഴും ആൾക്കാർ ഷാപ്പ് പ്രിഫർ ചെയ്യണത് ഭക്ഷണം കഴിക്കാൻ, ഫാമിലി ആയാലും എന്തായാലും. അപ്പം എന്തായാലും ശശിയേട്ടാ എല്ലാവരും വളരെ നന്ദി, താങ്ക് യു. ഇത്ര വിഭവങ്ങൾ തന്നതിനും ഇങ്ങനൊരു അവസരം തന്നതിനും പിന്നെ പൊന്നച്ചേട്ടനും നന്ദിയുണ്ട്. ആഴ്ച ഗ്രൂപ്പിന് മൊത്തത്തിലും വളരെ താങ്ക് യു. നമ്മുടെ കൊട്ടാരം ഷാപ്പും ഷാപ്പ് ഫുഡും നമ്മൾ ഹൈവേയിൽ NH47 അരൂരിൽ നിന്ന് വയറ്റിലേക്ക് പോകുന്ന റൂട്ടിൽ ഷാപ്പുംപടിയിൽ ടൗൺ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇറക്കത്തിൽ തന്നെ നമ്മുടെ കൊട്ടാര ഷാപ്പ്. നല്ല ഫുഡ്, എരിവുള്ള ഫുഡ്, നല്ല സൂപ്പർ ഷാപ്പ് ഫുഡ് കഴിക്കാം. ഇങ്ങോട്ട് വരും, ഫാമിലിയായിട്ട് എല്ലാവരും ഒട്ടും വന്ന് നല്ല ഭക്ഷണം കഴിക്കാം. ഉഗ്രസാധനം. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഞാനിത്